ബിഷപ്പുമാർ ആശ്വസിപ്പിക്കാൻ സിദ്ധിയുള്ള ആളുകളാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ചില സമയം അത് അങ്ങനെയാണോ എന്ന് സംശയമുണ്ട്. നല്ല വാക്കുകൾ പറയുന്നതാണ് ബിഷപ്പുമാർക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് ലഘൂകരിക്കുന്ന, അല്ലെങ്കിൽ ബിഷപ്പുമാർക്കെതിരെ, അഭിയുന്ന പിതാക്കന്മാർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്ന ഒരു ശൈലി ഇന്ന് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. നമുക്കറിയാം, അച്ഛൻ പറഞ്ഞതുപോലെ ഒരു വനംവകുപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു പരാജയം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം വകുപ്പിൽ ഇത്തരത്തിലുള്ള നിരവധി പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കുന്നവരുടെ നേരെ ഒരു കുതിര കയറുന്ന ആ ഒരു പ്രവണത, അത് ശരിയാണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് ചേതോവികാരമാണ് ആ മന്ത്രി ഇതിന് പ്രേരിപ്പിക്കുന്നത്? ഡോക്ടർ ചാക്കോ കളംപറമ്പിൽ. ജോർഡി, ഈ മന്ത്രിയുടെ നിലപാട് നേരം വെളുക്കാത്ത മനുഷ്യന്റെ നിലപാടാണ്. അദ്ദേഹത്തിന് ഇതുവരെയും നേരം വെളുത്തിട്ടില്ല. പുള്ളിയെ സംബന്ധിച്ച പ്രായാധിക്യമുണ്ട്. ഒരുപക്ഷെ ഇതൊന്നും ഓർത്തു വയ്ക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പുള്ളിയെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ മറ്റു പല മേഖലയിലുള്ളവരാണ്. മന്ത്രിയുടെ സമീപനം തന്നെ ഈ അടുത്ത നാളുകളിൽ നമ്മൾ എടുത്തു നോക്കുക. അതായത് വനത്തില് എന്തിനാണ് ആളുകൾ പോകുന്നത്, അതുകൊണ്ടല്ലേ വന്യജീവികളെ ആക്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. ആദിവാസികൾ വനത്തിലല്ലാതെ എവിടെയാ താമസിക്കുക? അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെട്ടതെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലും പാടത്തും പറമ്പിലുമാണ്. ഇത് മനസ്സിലാക്കാതെ അദ്ദേഹം ആരെങ്കിലും എഴുതി കൊടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പരിപാടി നിർത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ ശരിയല്ല, അതുകൊണ്ട് വന്യമൃഗങ്ങളെ ക്യാമറയുടെ റേഞ്ചിനുള്ളിൽ വരുന്നില്ല, അതുകൊണ്ടാണ് ആക്രമണം നടക്കുന്നത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു കേട്ടു. എന്താണ് ഇതൊക്കെ പറയാൻ ഇത്തരം വിഡ്ഢിത്തം പുലമ്പാനായിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കണം. മറ്റൊരു ഇടത്ത് അദ്ദേഹം പറഞ്ഞു കേട്ടു, നമ്മുടെ വയനാട്ടിലെ ആ സഹോദരി കടുവ തിന്ന് അവരുടെ ശരീരം രണ്ടു തുണ്ടമാക്കി അവിടെ കമ്മലും വസ്ത്രങ്ങളും അവിടെ കടുവയിൽ നിന്ന് വയറ്റിനെടുക്കുന്ന, കടുവയെ പിടിക്കാനും കടുവേനെ ഏതെങ്കിലും വിധത്തില് ഈ ആക്രമണത്തിന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രി വന്ന് വലിയ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് പാട്ട് പാടി അഭിരമിക്കുകയാണ്. നീറോയുടെ വിരുന്നുകാർ ഒരു കാലഘട്ടത്തില് മനുഷ്യനെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ശരീരത്തെ പിച്ച് ചീത്തുമ്പോ വിരുന്ന് ആഘോഷിച്ചു എന്ന് പറയുന്നതിന്റെ ആധുനിക നീറോയായി മാറുകയാണ് ഈ മന്ത്രി. എന്നിട്ട് അദ്ദേഹം ഈ പിതാക്കന്മാര് പറഞ്ഞ ഈ നിലപാടുകളെ വിമർശിക്കുന്നത്. നേരം വെളുക്കാത്ത ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലപാടെടുക്കാത്ത രാജ്യത്തിലെ, ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാത്ത രാജ്യത്തെ പ്രതിപക്ഷങ്ങൾ ഒരു വശത്ത്, വനഭേദഗതി നിയമം ഇനി ഭേദഗതി ചെയ്യില്ല എന്ന് ശഠിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് മറുവശത്ത്, മനുഷ്യനെ ഒഴിവാക്കി വന്യജീവി മാത്രം മതി എന്ന് പരിസ്ഥിതിക്ക് എന്ന് ചിന്തിക്കുന്ന കപട പരിസ്ഥിതിവാദികളുടെ ഒരു വശത്ത്, മനുഷ്യനേക്കാൾ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ മറുവശത്ത്, മനുഷ്യന് കിട്ടാത്ത നീതി മൃഗങ്ങൾക്ക് ഉറപ്പാക്കുന്ന വന ഉദ്യോഗസ്ഥര് ഒരു ഭാഗത്ത്. ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ ഈ മനുഷ്യനെ പിച്ച് ചീന്തുമ്പോ, മനുഷ്യജീവനെ പിച്ച് ചീന്തി എറിയുന്ന കാട്ടുമൃഗങ്ങളെ താലോലിച്ച് സംരക്ഷിക്കുന്ന സംവിധാനങ്ങളോട് ആരെങ്കിലും ഇത് പറയണ്ടേ? ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ പറയുന്നവരെ ആക്ഷേപിക്കുന്ന മന്ത്രിനെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? അങ്ങനെ പറഞ്ഞ ആ ആക്ഷേപിക്കുന്ന മന്ത്രിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? തീർത്തും നിരുത്തരവാദിത്തപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസ്ഥാനത്തെ പ്രവർത്തനങ്ങള് തീർച്ചയായിട്ടും അദ്ദേഹം രാജി ആരും പറയാതെ വെച്ച് പുറത്തു കൊണ്ടാണ്. ഇത്രയും മരണങ്ങൾ അടുപ്പിച്ച് ഇവിടെ സംഭവിക്കുമ്പോൾ ആരും പറയാതെ രാജിവെച്ച് പോകാനുള്ള ആർജവത്വം കാണിക്കേണ്ട ആളാണ് അദ്ദേഹം. ഈ മന്ത്രിക്കും അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾക്കുമായി ചെലവഴിക്കുന്ന പണം കഴിഞ്ഞ 4 കൊല്ലം അല്ലെങ്കിൽ അനേക വർഷങ്ങളായി ചെലവഴിക്കുന്ന പണം ഉണ്ടായിരുന്നെങ്കിൽ, വാസ്തവത്തില് ഈ 4 or 5 കൊല്ലം ഇവരെ ചുമക്കേണ്ടി വരുന്ന സമയത്ത് ഈ പണം ഉണ്ടെങ്കിൽ ഇതിനകത്ത് 4-5 ജീവനുകളെങ്കിലും മരണത്തിന് രക്ഷിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ചെയ്യാം. ഞാനതാ മനസ്സിലാക്കുന്നത്. എത്രയോ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ജനങ്ങളുടെ വോട്ടും ജനങ്ങളുടെ പണം ദൂർത്തടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അദ്ദേഹം ആരെ സംരക്ഷിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്? അത് ഒരു വശത്തൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, 55,000-ഓളം കേസുകൾ, ആക്രമണങ്ങൾ ഉണ്ടായതും 7,000 പേര് ഇൻജേർഡ് ആയതും 1,250 മരിച്ചതും, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശവും. 10 പൈസ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫെൻസിങ് നടത്തുന്നു. കക്കയത്ത് കഴിഞ്ഞ വർഷം ഈ ആക്രമണം ഉണ്ടായി. കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. അദ്ദേഹം ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ചു പോവുകയാണ്. പറയുന്നത് മുഴുവനും
ഒരു സ്ഥിരതയില്ലാത്ത വിധത്തിലുള്ള സംസാര രീതിയാണ്. ഇപ്പൊ ഇവിടെ ഫെൻസിങ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഈ കക്കയത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കിലോമീറ്ററോളം ഫെൻസിങ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. 1 മീറ്റർ എങ്കിലും ഫെൻസിങ് നടത്താനായിട്ട് സാധിച്ചോ? അപ്പൊ ഇത്തരത്തില് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, ജനങ്ങളുടെ പണം എടുത്ത് ദൂർത്തടിച്ചുകൊണ്ട്, ജനങ്ങളെ പരിഹസിക്കുകയും അവരെ അപമാനിക്കുകയും അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും അതിനെതിരെ സംസാരിക്കുന്നവർക്ക്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് തിരുത്തണമെന്ന് പറഞ്ഞ മനസാക്ഷിക്കനുസരിച്ച് സംസാരിക്കുന്നവരെ അപഹസിക്കുകയും ചെയ്യുന്ന ഇത്തരം മന്ത്രിമാര് ഈ നാടിന് പോഷണമല്ല. അവർ നിർബന്ധമായിട്ടും ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടണം. ഇനി ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ ധാർമ്മികതയില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല.